നമ്മൾ ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ട ഒരാളാണ് കേട്ടോ. ആൾ നമ്മൾ വിളിച്ചപ്പോൾ വലിയ മൈൻഡ് ഒന്നുമില്ല. ആൾ നമ്മൾ ജസ്റ്റ് നോക്കി. ഭാഷ അറിയാത്തതുകൊണ്ടോന്ന് അറിയില്ല, ആൾ പെട്ടെന്ന് സ്കൂട്ടാവാണ് കേട്ടോ. എൻ്റെ നാട്ടിലൊക്കെ പറമ്പിലുണ്ടാവുന്ന തെങ്ങൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ തടി പലപ്പോഴും ആൾക്കാരും കത്തിക്കാനൊക്കെ കൊണ്ടുപോകും. പക്ഷെ അതിൻ്റെ കടഭാഗം അതൊരു വിഷയമാണ്, ആർക്കും വേണ്ട. ഇവിടെ ആ ഒരു തെങ്ങിൻ്റെ കടഭാഗം കൊണ്ട് ആ ഒരു ശില്പം ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് എന്താണ് ഈ ഒരു ബുദ്ധി തോന്നാഞ്ഞത് എനിക്കറിയില്ല. ബാലിയിൽ വന്നിട്ട് ഇത് നമ്മുടെ 3ാമത്തെ ദിവസമാണ്. അപ്പം ഇന്ന് നമ്മൾ വളരെ നേരത്തെ കഴിഞ്ഞിട്ടാണ് കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. കാലത്ത് നമ്മൾ നേരത്തെ ഫസ്റ്റ് തന്നെ ഉലുന്താനു ടെമ്പിൾ പോയിട്ട് അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മളൊരു ലോക്കൽ മാർക്കറ്റ് കണ്ടു. അതിനുശേഷം നമ്മൾ ലക്ക വാട്ടർഫാൾസ് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു പെയിൻറ്റിങ് എക്സിബിഷൻ നടക്കുന്ന ഒരു ഹാളിൽ പോയി. പിന്നെ നമ്മൾ അവസാനമായിട്ട് പോയത് തെങ്കുനാങ്ങൻ വാട്ടർഫാൾസിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റൂമിലെത്തിയിട്ട് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇന്ന് ഇവിടുത്തെ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ ഒരു ലോക്കൽ ആർട്ട് മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ. വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ ബാലി സീരീസ്. ഇതുപോലെയുള്ള ബസ്സുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇത് പല ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കും പോകുന്ന ബസ്സുകളാണ്. ഉബൂദിൽ നിന്നാണ് കേട്ടോ ഈ ഒരു ബസ്സുകളൊക്കെ ഉള്ളത്. പക്ഷേ ഇത് എപ്പോഴും ഇല്ല, പല സമയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ബസ് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാടും. പിന്നെ നമ്മൾ ബാലിയിൽ വന്നിട്ട് 3ാമത്തെ ദിവസമാണ്. നമ്മുടെ കൂടെ 2 ദിവസമായിട്ടുണ്ടായിരുന്ന സ്കൂട്ടർ നമ്മൾ തിരിച്ചു കൊടുത്തു കേട്ടോ. പല ആൾക്കാരും മെസ്സേജ് തിരിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കൂട്ടറിന് എത്രയാണ് റെൻ്റ് എന്നുള്ളത്. നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാട്ടിൽ ഏകദേശം 550 രൂപയാണ് നമുക്ക് ആ ഒരു സ്കൂട്ടറിന് ഓരോ ദിവസത്തേക്കും വാടക വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്ന് നേരത്തെ ട്രിപ്പ് അവസാനിപ്പിക്കാൻ കാരണമുണ്ട്. നേരത്തെ അല്ല, ഇപ്പോൾ ഏകദേശം ഇവിടെ ഒരു 6 മണി 6:30 സമയമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നാളെ ഒരു ട്രക്കിങ്ങിനാണ് പോകാനുള്ളത്. അത് പുലർച്ചെ അവരുടെ വണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് നാളെ പോകാനുള്ള സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ നമുക്ക് ബൈക്ക് ഇല്ലാതെ തന്നെ ഇവിടുന്ന് ലോക്കൽ ടാക്സി അല്ലെങ്കിൽ ഊബർ വിളിച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റും കേട്ടോ. പിന്നെ റെൻറ്റ് വെറുതെ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ബൈക്ക് നമ്മൾ ഒഴിവാക്കിയത്. നമ്മളിപ്പോൾ പോകുന്നത് ഉബൂദിലെ പ്രശസ്തമായിട്ടുള്ള ആർട്ട് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ബാലിയിലെ തനതായിട്ടുള്ള കലാകാരന്മാരും അതുപോലെ തന്നെ ഇന്തോനേഷ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന അതുപോലെ വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന പല ആർട്ടും ക്രാഫ്റ്റും ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നാട്ടിലേക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റിയ ബാലിയുടെ തനത് ചെറിയ ചെറിയ കലാരൂപങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ബാലിയിൽ വന്നാൽ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇവിടുത്തെ കച്ചപ്പ് ഡാൻസ് കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലെ ഭരതനാട്യമൊക്കെ പോലത്തെ ഒരു ഡാൻസ് ഫോമാണ് ഇവിടുത്തെ കച്ചപ്പ് ഡാൻസ്. ഒരു നാടകം സ്റ്റൈലിലാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഈ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു കാര്യമാണ് എനിക്ക് പ്രത്യേക ഓർമ്മ വരുന്നത്. സഞ്ചാരം ചാനൽ കണ്ടവർക്കറിയാം, സഞ്ചാരത്തിൻ്റെ ബാലി എപ്പിസോഡിൽ ഈ ഒരു ഉബൂദ് സ്ട്രീറ്റിലൂടെ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് വിവരണങ്ങൾ നൽകിക്കൊണ്ട് നടന്നു പോകുന്നതാണ് ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മളങ്ങനെ ഈ ഒരു ആർട്ട് മാർക്കറ്റിൻ്റെ ഒരു സ്ട്രീറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ റൂമിൻ്റെ വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ആർട്ട് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ നമ്മളങ്ങനെ സ്കൂട്ടർ റെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ തിരിച്ചു കൊടുത്തു. അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ നാളത്തേക്കുള്ള ട്രക്കിങ്ങിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തത്. അതിന് ശേഷമാണ് നടന്നുകൊണ്ട് നമ്മൾ ഈ ഒരു സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഒരു കാഴ്ച കണ്ടോ നിങ്ങൾ? ഈ ഒരു ഞാത്തിയിട്ടുള്ളത് മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബാഗുകളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവോ? മുളയുടെ തനത് കളറുണ്ട്, അതുപോലെ തന്നെ കളറ് കൊടുത്തിട്ടുള്ള ബാഗുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് വാൾ ഡെക്കറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ വാൾ ഹാങ്സുകൾ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ജൂട്ടിൽ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ മിനിയേച്ചർ രൂപങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഷോക്കേസിലൊക്കെ വയ്ക്കാൻ പറ്റിയായിട്ടാണ്. പിന്നെ കുറച്ച് ബുദ്ധൻ്റെയും മറ്റായിട്ടുള്ള രൂപങ്ങളുണ്ട്. കളിമണ്ണിലും വുഡിലും ഒക്കെ ചെയ്തിട്ട് കളർ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ മിനിയേച്ചർ രൂപങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു ഭാഗത്തൊക്കെ നല്ല മെറ്റൽ വർക്കുകളൊക്കെയാണ് കേട്ടോ കാണാനുള്ളത്. ഇവിടെ ഒരു കടൽ കുതിരയുടെ ജൂട്ടിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ സീലിങ്ങിലൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റിയ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സംഭവം കണ്ടോ നിങ്ങൾ? ഇത് ഉണ്ടല്ലോ, ഇതൊരു ലീഫിൽ ചെയ്തെടുത്തിട്ടുള്ളൊരു പാത്രമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വാഴലയോ മറ്റോ പോലെയുള്ളൊരു ലീഫിൽ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി പ്ലേറ്റിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് നൂല് കൊണ്ട് കുത്തി നെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിവിടെ വുഡിൽ ചെയ്തിട്ടുള്ള കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്.
നമ്മൾ വേറൊരു ഷോപ്പിൽ വന്നപ്പോൾ ഇവിടെ കുറേ ഫേസുകളാണ് കേട്ടോ. ഇത് വുഡിൽ ചെയ്തിട്ടുള്ള ഫേസുകളാണ് കേട്ടോ. പല രീതിയിലുള്ള കളറിങ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങിക്കൊണ്ടാണ് നമ്മുടെ വീടുകളിൽ ഒരു ഓർമ്മയ്ക്കായിട്ട് ഹാങ് ചെയ്ത് വെക്കാൻ കഴിയും. നമ്മൾ വന്നതും പോകുന്നതും എയർ ഏഷ്യയുടെ ഫ്ലൈറ്റിലാണ്. 7 kg ആണ് ബാഗേജ് ഉള്ളത്. അതുകൊണ്ടും നമ്മുടെ ട്രിപ്പ് വളരെ ചിലവ് പിശുക്കുള്ളത് കൊണ്ടും ഞാൻ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയില്ല കേട്ടോ. ഇവിടെ സർഫ് ബോർഡിന്റെ ചെറിയ മാതൃകയിലാണ് ചില ഐറ്റംസുകളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയൊരു വുഡിൽ ചെയ്തിട്ടുള്ള ജിറാഫാണ് കാണുന്നത്. നമ്മൾ അതിന് അടുത്ത മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പ്രിയങ്ക ആർട്ട് മാർക്കറ്റ് ആണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതൊരു ചെറിയൊരു സ്ട്രീറ്റാണ്, വണ്ടികളും കാര്യങ്ങളൊന്നും വരില്ല അങ്ങോട്ട്. ഈ ഒരു സ്ട്രീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഭയങ്കര ദൂരത്തോളം നിൽക്കുന്ന സ്ട്രീറ്റിലുള്ള കടകളാണ്. ഇവിടെ ഡ്രസ്സുകളുണ്ട്, പെയിൻറ്റിങ്സുകളുണ്ട്, ഓർണമെൻറ്റ്സുകളുണ്ട്, അങ്ങനെ പല പല രീതിയിലുള്ള കടകളാണ് കേട്ടോ ഇവിടെയുള്ളത്. ഇതൊരു പക്കാ സ്ട്രീറ്റ് മാർക്കറ്റാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ബാലിയിൽ വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഡെങ്കു, മലേറിയ പോലെയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കൂടുതലാണ് കേട്ടോ. അതായത് വെറ്റ്ലാൻഡ് ആയതുകൊണ്ട് തന്നെ കൊതുകുകൾ ഇഷ്ടം പോലെയാണ്. അപ്പോൾ നിങ്ങൾ കൊതുക് കടിക്കാണ്ടിരിക്കാൻ പറ്റാവുന്ന ഓഡോമോസ് പോലെയുള്ള ഓയിൽമെൻറ്റുകൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കൊതുകിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓയിൽമെൻറ്റുകൾ ഇവിടെ ലഭിക്കും. അത് നിങ്ങൾ പരട്ടിയിട്ട് വേണം കാലത്ത് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ ഇങ്ങനത്തെ ഒരു ക്രീം നിങ്ങൾ ഒരു മണിക്കൂറുകൾ, അത് 2-3 മണിക്കൂറുകൾ ഇടവിട്ടിട്ട് നിങ്ങൾ ഈ ഒരു ക്രീമുകൾ പരട്ടാൻ ശ്രദ്ധിക്കണം കേട്ടോ. പല ആൾക്കാർക്കും ഇവിടെ ബാലിയിൽ വന്നിട്ട് തിരിച്ചു പോയിട്ട് ഡെങ്കു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുണ്ട്. മരണം വരെ എത്തിയിട്ടുള്ള വാർത്തകൾ പല രീതിയിലും കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു കൊതുക് അടിച്ചിട്ടുള്ള മരണങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അപ്പം നമ്മുടെ കൂടെയുള്ള വിഷ്ണു ഇവിടെ നിന്ന് കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ, അവൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള സർഫ് ബോർഡിൻ്റെ മോഡൽസുകൾ ഉണ്ട് കേട്ടോ. ബോബ് മാർലിയുടെയൊക്കെ ചിത്രം വരച്ചിട്ടുള്ള സർഫ് ബോർഡിൻ്റെ മോഡൽസൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ സമയം ഏകദേശം 7 മണിയോടൊക്കെ ആവാറായിട്ടുണ്ട്. എന്നാലും നല്ല സൺലൈറ്റ് ഉണ്ട് കേട്ടോ. ബാലിയിലെ റോഡുകൾ സൂപ്പർബ് റോഡുകളാണ്, പക്ഷെ ഭയങ്കര ചെറിയ റോഡുകളാണ്. അതുകൊണ്ട് തന്നെ മെയിൻ സ്ഥലങ്ങളിലൊക്കെ നല്ല ബ്ലോക്കുകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇവിടെ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ വില പേശി വാങ്ങാൻ കഴിയും കേട്ടോ. വലിയ വിലയൊക്കെയാണ് പറയുന്നത്. ഏതൊരു സാധാരണക്കാരനും വാങ്ങാൻ കഴിയുന്ന റീസണബിൾ പ്രൈസിന് ഇവിടെ സാധനങ്ങൾ കിട്ടും. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം, വിശക്കുന്നുണ്ട്. അതിന് നമുക്കിനി തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ നടക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ അത്താഴം കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് കേട്ടോ. ചിക്കൻ വിത്ത് സലാഡാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ കൂടെ ഒരു 3 പപ്പടമൊക്കെ തന്നിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം വയറ് നിറയാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് മാർക്കറ്റിൻ്റെ മറ്റൊരു സൈഡിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഫുഡ് കുറച്ചൊരു സമയം, ഒരു 8 മണിയൊക്കെ ആയി നമ്മൾ ഫുഡ് കഴിച്ചു. വല്ലാണ്ട് വൈകി കഴിഞ്ഞാൽ ബാലിയിൽ നമുക്ക് ഫുഡ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് തായ്ലൻഡിലൊക്കെയാണ് നമ്മൾ പോണ സമയത്ത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഫുഡ് കിട്ടിയിരുന്നു. 7-Eleven എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ബന്ന്, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകൾ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ വെള്ളം, ബാലിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം എന്തായാലും പൈസ കൊടുത്തിട്ട് തന്നെ കുടിക്കേണ്ടി വരും. ഒരു സ്ഥലത്തും നിങ്ങൾ സൗജന്യമായിട്ട് വെള്ളം കിട്ടില്ല കേട്ടോ. നാളെ പുലർച്ചയ്ക്ക് 3 മണിക്ക് എണീക്കണം. 4 മണിക്ക് ഡ്രൈവർ വരും ഞങ്ങളെ കൊണ്ടുപോകാൻ. നാളത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. എൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ നാളത്തെ സൂര്യോദയം ഞാൻ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ.